പെട്രോളിന്മേലുള്ള കയറ്റുമതി തീരുവ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. അടുത്ത രണ്ടാഴ്ചത്തേക്ക് പെട്രോളിന്മേലുള്ള കയറ്റുമതി തീരുവ ഒഴിവാക്കുകയാണെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുകയാണ്. അതേസമയം ഡീസൽ, അതോടൊപ്പം തന്നെ ഏവിയേഷൻ ടർബൻ ഇന്ധനം എന്നിവയുടെ തീരുവ തുടരും. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പുതുക്കിയ നിരക്കുകൾ ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതനുസരിച്ച് പെട്രോൾ കയറ്റുമതിക്ക് പ്രത്യേക അധിക എക്സൈസ് തീരുവയോ റോഡ് അടിസ്ഥാന സൗകര്യ വികസന സെസ്സോ ബാധകമാകില്ല. ഡീസൽ കയറ്റുമതിക്ക് ലിറ്ററിന് 24 രൂപ നിരക്കിൽ പ്രത്യേക അധിക എക്സൈസ് തീരുവ തുടരുമ്പോൾ ATF കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 19.5 രൂപയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 15 മുതൽ, അതായത് ഇന്നു മുതൽ 31 വരെയുള്ള കാലയളവിലേക്കാണ് ഈ മാറ്റം ബാധകമാവുക. പെട്രോളിയം ഉത്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ സംബന്ധിച്ച് സർക്കാർ നടത്തുന്ന 2 ആഴ്ചയിൽ ഒരിക്കലുള്ള അവലോകനത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഓഗസ്റ്റ് 3 വരുത്തിയ മാറ്റങ്ങൾക്ക് ശേഷമുള്ളതാണ് ഈ പുതിയ പരിഷ്കാരം. പെട്രോൾ കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക സെസ് തീരുവ, RIC എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമായി പറയുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിൽ 2022 മാർച്ചിലാണ് സർക്കാർ ഈ കയറ്റുമതി തീരുവകൾ ഏർപ്പെടുത്തിയത്. പെട്രോളിയം ഉത്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കുന്നതിലൂടെ ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ, അതോടൊപ്പം ATF എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുകയായിരുന്നു ഈ നടപടിയിലൂടെ കേന്ദ്ര സർക്കാർ പ്രധാനമായി ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ അവലോകനത്തിന് ശേഷമുള്ള കാലയളവിൽ ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, ATF എന്നിവയുടെ അന്താരാഷ്ട്ര ശരാശരി വില അടിസ്ഥാനമാക്കി ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈ ലെവികൾ, അതായത് തീരുവകൾ, അതിനെയാണ് ലെവികൾ എന്ന് പറയുന്നത്, അത് പുനഃപരിശോധിക്കുകയും കേന്ദ്ര സർക്കാർ ചെയ്യുമായിരുന്നു. ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നയം നടപ്പിലാക്കിയത്. പ്രധാന പെട്രോളിയം ഉത്പന്നങ്ങളുടെ വിദേശ വിൽപ്പനയുടെ ആകർഷണീയത കുറയ്ക്കാനും ആഭ്യന്തര വിപണിയിൽ അവയുടെ ലഭ്യത പ്രോത്സാഹിപ്പിക്കാനുമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഏറ്റവും പുതിയ വിജ്ഞാപനം കയറ്റുമതിക്കായി അനുമതി ലഭിച്ച പെട്രോളിയം ഉത്പന്നങ്ങൾക്ക് മാത്രമേ ബാധകമാകൂ. ആഭ്യന്തര ഉപയോഗത്തിനായി വിതരണം ചെയ്യുന്ന പെട്രോൾ, ഡീസൽ എന്നിവയുടെ നിലവിലുള്ള എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമൊന്നുമില്ല എന്ന് സർക്കാർ വ്യക്തമായിട്ടുണ്ട്. അതേസമയം ആഗോള ഊർജ്ജ വിപണിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും ഇന്ന് ഇന്ത്യയിലുടനീളം പെട്രോൾ, ഡീസൽ വിലകളിൽ മാറ്റമുണ്ടാകില്ല. ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 102.12 രൂപയ്ക്കും മുംബൈയിൽ 111.2 രൂപയ്ക്കുമാണ് വിറ്റത്. അതേസമയം മിക്ക മെട്രോ നഗരങ്ങളിലും ഡീസൽ വില ലിറ്ററിന് 100 രൂപയിൽ താഴെയായി തുടരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ലെവിയിൽ ഒരു മാറ്റം വന്നപ്പോൾ, അതായത് പെട്രോളിന്റെ ലെവിൽ തുകയിൽ ഒരു മാറ്റം വന്നപ്പോൾ, അതിന്റെ ഇറക്കുമതി തീരുവയിൽ ഒരു കുറവ് വന്നപ്പോൾ പെട്രോളിനടക്കം അതിന്റെ ഒരു വില പ്രതിപാദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കൂടാതെ ഈ പെട്രോളിന്മേലുള്ള അധിക കയറ്റുമതി ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇന്നു മുതൽ ഈ മാസം 31 തീയതി വരെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ മിക്കവാറും നാളെ രാവിലെയോടുകൂടി തന്നെ ആ ഒരു തീരുവയൊക്കെ കുറച്ചതുമേലുള്ള ഒരു വിലക്കുറവ് പെട്രോളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്നാലും പെട്രോളിന്റെ വില ഇപ്പോഴും 100-110 ആ രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അതൊക്കെ കുറയണമെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ അതിന്റെ എക്സൈസ് തീരുവയിലേക്ക് ഒരു വലിയൊരു കുറവ് വരുത്തിയാൽ മാത്രമേ, പെട്രോളിന്മേലുള്ള ഒരു നികുതിയിലേക്ക് ഒരു കുറവ് വരുത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള വലിയ നേട്ടം ഉണ്ടാവുള്ളൂ. അതായത് കേന്ദ്ര സർക്കാർ പെട്രോളിന് തീരുവ കുറച്ചാലും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കുറവ് വരുത്തിയാലും വലിയ നേട്ടം ഉണ്ടാവില്ല. കാരണം കേന്ദ്ര സർക്കാർ ഈടാക്കുന്നതിനെ കാട്ടി സംസ്ഥാന സർക്കാർ 2 മടങ്ങ് നികുതി പെട്രോളിൽ നിന്നും ഈടാക്കുന്നുണ്ട്.